നമുക്കിവിടെ 7-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്, എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണം. ഇതിൻ്റെ മുഖവരിയിൽ തന്നെയുണ്ട് ബെന്യാമിനായ കൂശിൻ്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ വിഭ്രമഗീതം. ഈ വിഭ്രമം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത പ്രത്യേക അവസ്ഥയ്ക്കാണ് ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. കാരണം ഇവിടെ ദാവീദ് ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു നിരപരാധിയുടെ പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? കാരണം എന്താ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് എന്നെ ശിക്ഷിച്ചോ. തെറ്റ് ചെയ്യാതെ എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഏതാ, നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല, എങ്കിലും ചില ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതിൻ്റെ കാരണം എന്താണ്? നമ്മളെല്ലാം ചിന്തിക്കേണ്ടതായ വിഷയമാണ്. ഒരിക്കലും ആസാഫും ഇങ്ങനെ ചിന്തിച്ചു, അല്ലേ? എന്താ, എൻ്റെ കൈ കുറ്റമില്ലായ്മയിൽ കഴുകിയത് വ്യർത്ഥമായി പോയി എന്ന് ചിന്തിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി ജീവിച്ചതൊക്കെ വെറുതെ പാഴ. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ചിന്തിക്കേണ്ട സ്റ്റേജ് ഉണ്ടായി. ഒടുവിൽ ആസാഫ് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ചെന്ന് ഒരു കൂട്ടത്തെ കണ്ടപ്പോൾ അവർ തഴച്ചു വളർന്ന് പന്തലിച്ച് വളരെ ലോകത്ത് പ്രശസ്തന്മാരായിട്ട് അവർ വളർന്നു വരികയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം കഷ്ടതയുടെ ഒരു നെടുവീർപ്പിൻ്റെ ഒരു പാണ്ഡാവിലൂടെ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇതിന് കാരണം എന്തെന്നറിയാൻ തനിക്ക് പ്രയാസം തോന്നിയെന്നാണ് ആസാഫ് പറയുന്നത്. പ്രയാസം തോന്നി എന്ന് ആസാഫ് പറയുക മാത്രമല്ല, എന്താ, താൻ ദൈവത്തോട് ചോദിച്ചു. അതാ ഏറ്റവും വലിയ ഗുണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിലേക്ക് നമ്മൾ തിരിയുക, ദൈവത്തോട് ചോദിക്കണം, എന്താ കർത്താവേ, ഞാനങ്ങനെ പലപ്പോഴും എൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ ബലഹീനതയാണെങ്കിൽ ദൈവം എന്നെ കാണിക്കും, ദൈവം എന്നെ എടുത്ത് കാണിക്കുമോ നിൻ്റെ ബലഹീനത. നീ ഇന്നേ ആളോട് സംസാരിച്ചപ്പോൾ നീ ഇച്ചിരി അഹങ്കാരമല്ലേ പറഞ്ഞത്? ഏതാ, ഞാൻ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നീ ഇച്ചിരി അഹങ്കാരമല്ലേ പറഞ്ഞത്? പറഞ്ഞാൽ ഞാൻ ആ കാര്യത്തിൽ തീരുമാനമെടുത്തു. ദൈവം അവിടെ വിടുതൽ തരിക. അപ്പം ദൈവിക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് തടസ്സമായിരിക്കും നമ്മുടെ ചില ബലഹീനത ഒരുപക്ഷെ ഉണ്ടാകാം. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവസന്നിധിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ദാവീദ് അങ്ങനെയായിരുന്നു. ദാവീദ് പലപ്പോഴും പറയുന്നതാ, കർത്താവേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ ബലഹീനത എന്നോട് ക്ഷമിക്കണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമുക്കറിയത്തില്ല, നമ്മൾ അറിയാതെയോ ഇനി അറിഞ്ഞോ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ഏതാ, അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമുക്ക് പ്രത്യേക ഒരു സാധനം എടുത്തതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ട് വെച്ചതിന് ശേഷം നാളുകൾ കഴിയുമ്പോൾ എന്താ, മറന്നുപോകും. പിന്നെ ആരെങ്കിലുമൊക്കെ അവിടെ എല്ലാം ഒന്ന് പൊടി തട്ടിയൊക്കെ നോക്കുമ്പോഴായിരിക്കും ഏതാ ഈ സാധനം കാണുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ചില സൂക്ഷിച്ചു വച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തട്ടി എടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബലഹീനത ഏറ്റുപറയേണ്ട ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ ബലഹീനത വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഒരിക്കലും ഇരിക്കരുത്, ഏറ്റുപറയണം. അത് തന്നെയാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും കേൾക്കുന്നത്, അല്ലേ? നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് കേൾക്കാൻ കേൾക്കുന്നത് എന്താ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വാലല്ല തലയാക്കും. പ്രദീപ് അടുത്ത ദിവസം അമേരിക്ക പോകാൻ പോകും കേട്ടോ. ഇനി പൊക്കോട്ടെ കേട്ടോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഉടൻ തന്നെ പ്രദീപ് എന്താ, എനിക്കൊരു പ്രവചനം കിട്ടി, അമേരിക്കയ്ക്ക് കർത്താവ് കൊണ്ടുപോകാൻ. പണ്ട് ഇവിടെ മുളന്തുരുത്തിയിലൊരു സഹോദരനുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. പുള്ളി എടുത്തപ്പോൾ പുള്ളിക്ക് പ്രവചനം കേൾക്കണം, പുള്ളി പാസ്സാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, പാസ്റ്റർ ഡോൾഫിൻ്റെ പുറത്ത് കയറി പോകുന്നതായിട്ട് കണ്ടു, സ്വപ്നം കണ്ടു. എല്ലാവരും സ്വപ്നം ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താ, താൻ വിദേശത്തേക്ക് പോകാൻ പോവുകയാണ്, താൻ വിദേശ ജോലിയുള്ള പാർട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ ഹൈജാക്ക് ചെയ്യുന്ന നമ്മുടെ മനസ്സിൻ്റെ
ഇപ്പം വളരെ കഷ്ടപ്പാടിൽ പ്രയാസത്തിലും ഇരിക്കുന്ന ഒരു വ്യക്തിയോട് നിന്റെ കരങ്ങളിൽ നീ കണ്ടിട്ട് ഇതുവരെ നിനക്ക് അനുഭവിക്കാൻ കഴിയാത്ത വലിയ പണച്ചാക്ക് നിന്റെ തലയെ വെച്ച് തരാൻ പോവാന്ന് പറഞ്ഞാൽ ആർക്കാ ഒരല്പം ഒരല്പം തോന്നലില്ലാതിരിക്കുന്നത്? ഒരല്പം ഒരു നിഗളം ഉള്ളിലേക്ക് വരും. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ പാപ ജീവിതത്തെയും നമ്മുടെ നമ്മൾ ചിന്തിക്കുന്നു അത് പാപമല്ല എന്ന് ചിന്തിക്കുന്ന വലിയ പാപം, വലിയ ദുർമാർഗം ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തെറ്റുകൾ, അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചില ബലഹീനതകൾ, അത് നമ്മൾ ഏറ്റുപറയണം ദൈവത്തോട്. മനുഷ്യരോട് പറഞ്ഞാൽ എന്ത് പറയും? അത് പിന്നെ നാണക്കേടാകും. അവൻ അതിന് വേറെ വ്യാഖ്യാനം ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ള വേറെ വ്യാഖ്യാനം ഉണ്ടാക്കി അവൻ നമ്മളെ കഴിവതും സമൂഹത്തിൽ അവൻ നമ്മളെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് തോന്നും. പക്ഷെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ഒരിക്കലും നമ്മളെ ഡീഗ്രേഡ് ചെയ്യില്ല, നമ്മളെ തരം താഴ്ത്തുകയില്ല. നമുക്കുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ കൊള്ളാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ ബലഹീനത എത്രമാത്രം കഠിനമായാലും എത്രമാത്രം വലുതായാലും അത് ദൈവത്തിന് പ്രശ്നമല്ല. ദൈവസ്ഥലേക്ക് കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ വിടുതൽ തന്നിരിക്കും. ദൈവത്തിന് ഇഷ്ടം. ഇത്രമാത്രം നല്ലൊരു ദൈവം ഉണ്ടായിട്ടാണ് ഈ ആവശ്യമില്ലാത്ത ഉണക്കക്കൊള്ളിയുടെ പുറകെ പോകേണ്ട ഗതികേട് വല്ലതും ഉണ്ട്? നടക്കാൻ വയ്യാത്ത നമ്മൾ വലിയ മല കയറേണ്ട കാര്യം വല്ലതും ഉണ്ടോ? കുരിശുമലയോ ഇനി ഏതെങ്കിലും മലയാകട്ടെ, എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മൾ ആശ്രയിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ മരിച്ചിട്ട് അവനെ അടക്കി, ആ അടക്കിയ കല്ലറയിൽ അവൻ ഒതുങ്ങി ഇരിക്കുന്നില്ല. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റു, തൻ്റെ സമയമായപ്പോൾ എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. അവൻ ഇന്നും ജീവിക്കുന്നു. ഇന്നും നമ്മുടെ ഇടയിൽ, നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അവൻ കടന്നു വരികയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരാധിക്കേണ്ട വിധത്തിൽ ഇവിടെ ദാവീദ് കടന്നു ചെല്ലുന്നത് എവിടെയാ? എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കണമേ, രക്ഷിച്ചു പിടിപ്പിക്കണമേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുത്. ഇവിടെ ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? ശൗലിനെ തന്നെ ആയിരിക്കാം, ഇല്ലേ? കാരണം ശൗലിനെ ഒരു സിംഹത്തോട് തത്തുല്യപ്പെടുത്തിയാണ് ഇവിടെ ചിന്തിക്കുന്നത്. ശൗലിനെ ഒരു സിംഹത്തോട്. സിംഹം ആരാ? കാട്ടിലെ രാജാവാണ്. ശൗലാരാ? നാട്ടിലെ രാജാവാണ്. അപ്പോൾ സിംഹത്തോട് തത്തുല്യപ്പെടുത്തി ചിന്തിക്കുകയാണ് ശൗലിനെ. ഞാനവന് ദോഷമൊന്നും ചെയ്തിട്ടില്ല ദൈവമേ, അവൻ ഇത്രമാത്രം എന്നോട് വൈരാഗ്യം വരാനുള്ള കാരണം എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കണ്ടോ ദാവീദിന്റെ വേദന കണ്ടോ? തനിക്കൊന്നും മനസ്സിലാകാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവനെതിരെ ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ ഒരു ഗുഹയിൽ വെച്ച് കണ്ടുമുട്ടിയതായില്ലേ, അന്ന് കൊന്നു കളയായിരുന്നില്ലേ? താൻ എന്ത് ചെയ്തു? ആ ഗുഹയിൽ താൻ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വസ്ത്രത്തിൻ്റെ ഒരു അല്പം മാത്രം മുറിച്ചെടുത്തു. പിന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പറഞ്ഞു, തന്നെ നോക്കിയ തൻ്റെ പടയാളിയോട് പറഞ്ഞു, നീ യജമാനെ നീ എന്തുകൊണ്ട് നീ സൂക്ഷിച്ചില്ല? ഇന്നലെ രാത്രി അവനെ കൊന്നുകളയാമായിരുന്നു. യഹോവയുടെ അഭിഷക്തനായതുകൊണ്ട് ഞാൻ അവനെ തൊട്ടില്ല. ഇത് ദാവീദിന്റെ ശബ്ദമല്ലയോ? ദാവീദിനെ കൊല്ലാൻ നടക്കുക ദാവീദ് ആ സമയത്ത്, ശൗല ആ സമയത്ത്. ദാവീദിന്റെ ശബ്ദമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മകനേ എന്ന് പറഞ്ഞ് ദാവീദിനെ വിളിക്കുന്നുണ്ട്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ആ വസ്ത്രത്തിന്റെ അഗ്രം നോക്കാൻ പറഞ്ഞപ്പോൾ എന്താ, തൻ്റെ കയ്യിൽ ആ വസ്ത്രത്തിന്റെ അഗ്രമുണ്ട്. തനിക്ക് കൊന്നുകളയാമായിരുന്നു. അങ്ങനെ പല സാഹചര്യങ്ങളിൽ ഈ ശൗലിനെ നശിപ്പിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള സാഹചര്യം തൻ്റെ മുൻപിൽ വന്നിട്ട് താൻ ഒരു ദോഷവും ചെയ്യാത്തവനാണ്. ഈ ദോഷം ചെയ്യാത്ത എന്നെ പിൻപറ്റുവാൻ, ഇവൻ തകർത്ത് കളയുവാൻ എന്താണ് ദൈവമേ എന്നാണ് ദാവീദിന്റെ വിഭ്രമഗീതം. ഹല്ലേലൂയ. കാരണം അവൻ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കേണ്ട വിധത്തിൽ പൂർണ്ണമായി ദൈവത്തെ ആരാധിക്കാൻ തീരുമാനമെടുത്തവൻ, പൂർണ്ണമായി ദൈവത്തെ തന്നെ ആശ്രയിക്കാൻ തീരുമാനമെടുത്തവൻ. നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ ജീവിത മേഖലകളിൽ കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് തന്നെ കൊടുക്കണം.
കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ അതാ. ഞാൻ നിന്നെ വാലല്ല തലയാക്കാവുന്ന ബൈബിളിൽ വാക്യമുണ്ട്. അതിൻ്റെ പേരിൽ തലയാകാൻ നടക്കുന്ന മാന്യന്മാർ ചിലരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പിശാച് നമ്മളിൽ നിന്ന് ചോർത്തിക്കളയുന്നത് എന്തുവാ? ഈ ധൈര്യമാണ്. ധൈര്യം ചോർത്തിക്കളയും. അത് ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആശ്രയിക്കാവുന്നതല്ലേ അല്ലേ? ദൈവത്തിൽ നമുക്കറിയാം, നമ്മളറിയാതെ ഒത്തിരി കാര്യങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ വാഹനം ഓടിച്ച അല്ലെങ്കിൽ വാഹനത്തിൽ കയറി വന്നിട്ടുള്ളവരുണ്ട്. ബസ്സിൽ കയറി വന്ന ഈ ഡ്രൈവർ രാവിലെ ഭാര്യയുമായിട്ട് ഇടി വീണിട്ടാണ്, പ്രശ്നം ഉണ്ടാക്കിയിട്ട് വൈരാഗ്യവും വാശിക്കും ആണ് വന്നത് എന്ന് നമുക്ക് വല്ലതും അറിയാം. വണ്ടി പോയാലും കുഴപ്പമില്ല, ഏതെങ്കിലും കുഴി കൊണ്ട് ചാടിക്കാവുന്ന ചിന്തിക്കുന്നവൻ നമ്മളതൊന്നും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പാലത്തെ കയറുമ്പോൾ പാലം ഇടിഞ്ഞു പോകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ അടുത്താണ് പാലാരിവട്ടം പാലം. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അറിയപ്പെട്ടൊരു പാലമായിട്ട് പാലാരിവട്ടം പാലം മാറിയിട്ടുണ്ട്. എന്താ ഇത്രമാത്രം പണി നടന്നിട്ടും പൊളിഞ്ഞു പോയിട്ടുള്ള പാലമാണ്. ഈ പാലത്തിലേക്ക് കയറി പോകുന്ന പാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എന്നിട്ടും ഒന്നും ചിന്തിക്കാതെ എത്രയോ പാലങ്ങൾ കടന്നവരാണ് നമ്മളില്ലേ? നമ്മളാരും പാലം വലിച്ചിട്ടില്ലല്ലോ. പാലത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാ. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിക്കാൻ പറ്റില്ലാത്ത പലതിലും നമ്മൾ ആശ്രയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. നമുക്ക് ചാരുവാൻ കൊള്ളാവുന്ന ഒരുവനായ യേശുക്രിസ്തു. നമ്മുടെ വേദനകൾ ഉള്ളതുപോലെ തുറന്നു പറയാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ. അതാരാ? യേശു മാത്രമാണ്. നമ്മുടെ ഭാര്യയോട് പറഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയുടെ ഇഷ്ടത്തിന് അല്പം വഴങ്ങിയില്ലെങ്കിൽ ഭാര്യ എന്ന് പറയും, എനിക്ക് തന്നെ അറിയാവുള്ളൂ, ഞാൻ അന്ന് പറഞ്ഞില്ല, ഞാനത് അളിയനോട് പറയും, അല്ലെ നാത്തൂനോട് പറയും, അല്ലെ അമ്മായിപ്പനോട് പറയും, അമ്മായിപ്പ ആരോടെങ്കിലും പറയും അല്ലേ? വാശി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഞാൻ പറയണമെന്ന് പറയും അല്ലേ? ഭർത്താവിനോട് പറഞ്ഞാലോ അത് തന്നെ. അപ്പം നമുക്ക് വിശ്വസിച്ച് നമ്മുടെ പ്രയാസം, നമ്മുടെ പ്രതിസന്ധി, നമുക്ക് പറ്റിയ അബദ്ധം, മറ്റുള്ളവർ കേട്ട നാണം വരുന്ന അബദ്ധം നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയെ ഇന്നുള്ളൂ. അത് കർത്താവായ യേശു മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു സാരം, അവനെ ആശ്രയിക്കുന്ന വിധത്തിൽ ആശ്രയിക്കണം, അവനെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിക്കണം, അവന് കൊടുക്കേണ്ട മഹത്വം ഏത് മേഖലകളിൽ ഹല്ലേലൂയ നാം കൊടുത്തിരിക്കണം. മനുഷ്യർക്ക് ആ മഹത്വം കൊടുക്കരുത്. ഇന്നുകൊണ്ട് മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കേണ്ടെന്നല്ല, മാനിക്കേണ്ടവരെ നമ്മൾ മാനിക്കണം. മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ മാനിക്കണം, ഭാര്യയെ ഭർത്താവ് മാനിക്കണം, ഭർത്താവിൻ്റെ ഭാര്യ മാനിക്കണം. അതുപോലെ എന്താ സഭാ പാസ്റ്റർമാരെ വിശ്വാസികൾ മാനിക്കണം, വിശ്വാസികളെ സഭാ പാസ്റ്റർ മാനിക്കണം. മാനിക്കേണ്ടവരെയെല്ലാം നമ്മൾ മാനിക്കണം. ഹല്ലേലൂയ. എല്ലാവർക്കും കൊടുക്കേണ്ട മാന്യത കൊടുക്കണം. പക്ഷേ അത് ആ മാന്യത കൊടുക്കുന്നത് ആരാധനയായി പോകരുത്. എന്തോ ഒരു വലിയ ഒന്നാണെന്ന് ചിന്തിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഒരിക്കലും ഒരുത്തനും കൊടുക്കണമെന്നേ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഒരുത്തനും കൊടുക്കണം. അതിനാവശ്യമൊന്നുമില്ല. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം കൊടുത്ത് നമ്മൾ മുൻപോട്ട് പോയാൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ മുൻപിൽ കാണുന്നുവെങ്കിലും, കണ്ണിൻ്റെ മുമ്പിൽ ചില പരാജയമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും, ചില വിപ്രവഹിതമായിട്ട് പാടേണ്ട സാഹചര്യം ഉണ്ടായാലും അതിനെയെല്ലാം മഹത്വമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആരാധിക്കും നമ്മൾ ഒന്ന് റോമലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ മിക്കവാറും ചിന്തിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ്. ഒന്ന് വായിച്ചു, 12:1 വായിച്ചു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. എന്താ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനകളാണ്.
നമ്മളിവിടെ എന്തിനു വന്നു? നിങ്ങൾ എവിടെ പോകാമെന്ന് നമ്മുടെ അയൽവാസികൾ നിങ്ങളോട് പോകുമെന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? ഈ പണ്ടാരോ പറഞ്ഞ പോലെ ചുമ്മാ പോകാന്ന് ആരാ പറഞ്ഞത്? മലയാളിക്കുള്ള ഒരു സ്വഭാവം ഉണ്ട്. എവിടെ പോകുന്നു? വെറുതെ പോകും. ഇവിടെ ഇവിടെ പണ്ട് ആരോ നരകത്തിൽ ചെന്നപ്പോഴും ആരോ ഒരു ബിഷപ്പാണ് പറഞ്ഞത് അല്ലേ, മാർ അപ്രേതിരിമിനിയാണ് ബിഷപ്പാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങളിലുള്ളതാണ്. നരകത്തിൽ ചെന്നപ്പോൾ അവിടെ ഓരോരുത്തരോട് ചോദിച്ചു, എല്ലാവരെയും കണ്ട ജപ്പാൻകാരെ കണ്ടു. ജപ്പാൻകാരോട് ചോദിച്ചു എന്താ ഇവിടെ വന്ന് ചോദിച്ചു. പറഞ്ഞു ഞാനിവിടെ സാങ്കേതിക ചില വിദ്യകളെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഇവിടെ അത് വിജയിക്കുമെന്ന് അറിയാനായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ചൈനക്കാരനെ കണ്ടു, കമ്മ്യൂണിസം നടപ്പാക്കാരോ വന്നാന്ന് പറഞ്ഞു. നരകത്തിൽ എവിടെ ചെന്നാലും കമ്മ്യൂണിസം നടപ്പാക്കാതെ വന്നതാണ്. അങ്ങനെ അമേരിക്കക്കാരനെ വന്നു. അത് കണ്ടപ്പോൾ അവനാണല്ലോ ഈ യന്ത്രത്തോക്കുകളും മറ്റുമൊക്കെ ലോകത്തിന് വിതരണം ചെയ്തത്. ഇവിടെ വല്ല യുദ്ധമൊക്കത്തിനുള്ള സാധ്യതയുണ്ടോ? യുദ്ധം ചെയ്ത് കുറച്ച് യന്ത്രത്തോക്കുകളും യന്ത്ര ഉപകരണങ്ങളും ബോംബുകളും ഒക്കെ വിൽക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മലയാളി അവിടെ തെങ്ങച്ചാരി നിൽപ്പുണ്ട്. മലയാളിയോട് ചോദിച്ചു, നീ എന്തിനാ വന്നു? ഞാൻ വന്നു. ഇവ വെറുതെ വന്ന എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെറുതെ വന്നവരല്ല, ആണോ? അല്ല. എന്തിനു വേണ്ടിയാ? ആരാധിക്കാൻ വന്ന. ആരാധിക്കണം, വചനം കേൾക്കണം, സന്തോഷമുള്ളവരായി ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ധൈര്യമുള്ളവരായി ഓരോ ദിവസവും കേൾക്കുന്ന ഈ വചനമുണ്ടല്ലോ, അതെവിടെ വരണം? നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് പുതിയ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകണം. കാരണം പിശാച് വലിയ തന്ത്രശാലിയാണ്. പിശാച് നമ്മളിൽ കയറുന്ന ഏത് സാഹചര്യത്തിലാണ്? നമ്മളെ ഭീതിപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. സാഹചര്യങ്ങൾ കൊണ്ടുവന്നിട്ട് സംഗതി എൻ്റെ കാര്യം പോകാറുണ്ട്. ഇത് എൻ്റെ അവസാനത്തെ അല്ലേ, ഇനി അധികമൊന്നും മുൻപോട്ട് പോവുകയില്ല. ആകെപ്പാടെ വിറയലായി, ആകെപ്പാടെ പേടിയായി. പിശാചിൻ്റെ തന്ത്രമാണെന്ന് ഇത്. അല്ലറിയ എൻ്റെ കാര്യം പോക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? അപ്പോൾ പോയതാ സ്വർഗത്തിലേക്ക് എല്ലാം തന്നെ പോകുന്നു. പിന്നെ അങ്ങോട്ടാ വേറെ എവിടെയോ പോകുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ആരെ ആരാധിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. ഒരു വാക്യം വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. റോമർ 1:25 വായിച്ചേ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ഹല്ലേലൂയ. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല. നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം സൃഷ്ടിയെ ആരാധിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പുറപ്പാട് പുസ്തകം 20:4 വായിക്കും. പുറപ്പാട് 20:4. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ആരാധിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അതാണ് പുറപ്പാട്. ആവർത്തനം 4:19 വായിക്കണം കേട്ടോ. സോറി, ആ വാക്യം ആവർത്തനം 4:19. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിക്കാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തും കീഴെങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ പങ്കിട്ട് കൊടുത്താലും നീ അവയെ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. നമുക്കറിയാം, സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂര്യനെ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? രാവിലെ സമയം കിഴക്കോട്ട് നോക്കി ഇങ്ങനെ കൈകൂപ്പി ആരാധിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മലയാളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചന്ദ്രനെ ആരാധിച്ചുകൊണ്ടിരുന്നു അല്ലേ? ചന്ദ്രനാണ് രാത്രി പ്രകാശം തരുന്നത്. അതുകൊണ്ട് അത് ദൈവമാണ്. ദൈവപ്രകാശമാണല്ലോ. ദൈവം പ്രകാശമാണെങ്കിലും പ്രകാശമെല്ലാം ദൈവമല്ല. ദൈവം പ്രകാശമാണ്, ദൈവം വെളിച്ചമാണ്.
പക്ഷെ വെളിച്ചമല്ല, ദൈവമല്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചന്ദ്രനെ ആരാധിച്ചു. ചന്ദ്രനിൽ മനുഷ്യൻ കാല് കുത്തി എന്നറിഞ്ഞപ്പോൾ ഈ ആരാധനയ്ക്ക് ഒരല്പം ഓട്ടം ഉണ്ടായി, അല്ലേ? കുറച്ച് പേരെ അങ്ങ് പിന്മാറി. അത് കേവലം ഭൂമി പോലെ ഒരു ഗോളമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. എന്നാൽ ഈ ആകാശത്തിലെ സൈന്യങ്ങളിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ ആകാശത്തിൽ ആശ്രയിക്കുക, ഈ ആകാശത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവരാശ്രയിക്കുന്നത്. നമ്മുടെ ഈ ഇവിടെ ഉള്ള കത്തോലിക്കര്, യാക്കോബ, ഓർത്തഡോക്സ്, പെന്തക്കോസ്, അതിനെ മാറ്റി അത് നമ്മൾ വിട്ടുകളയണ്ട. ഇവരൊക്കെ ഈ ആകാശത്തിൽ ആശ്രയിക്കുന്നവരും ആകാശ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടവരുമാണോ? വിധേയപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണോ? ആണോ? പെന്തക്കോസ്തുകാരെ ഉൾപ്പെടുത്തിയാ പറയുന്നത്. ആകാശത്തിലെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ചെയ്യുന്നവരാണോ? നമ്മുടെ പ്രദീപ് വീട് പണി ആരംഭിച്ചു, തീർന്നിട്ടില്ല. ദൈവമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രദീപ് വീട് പണിതപ്പോൾ തറക്കല്ലിട്ടു, അല്ലെങ്കിൽ മൂലക്കല്ലിട്ടു, അല്ലേ? മൂലക്കല്ലിട്ട സമയം ഏതാ? ആശാരി പറഞ്ഞ സമയം നോക്കിയാണോ മൂലക്കല്ലിട്ടത്? അല്ല. എന്തുകൊണ്ട് അങ്ങനെ ഇട്ടില്ല? ഈ ആശാരി പറയുന്ന നിയമം ഏത് നിയമമാണ്? ആകാശത്തിലെ ചില നിയമങ്ങൾ, നക്ഷത്രങ്ങളുടെ ചില നിയമങ്ങൾ, അതനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തെങ്കിലേ ഫലവത്തായിട്ട് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് ഇവിടുത്തെ പെന്തക്കോസ്തുകാരുൾപ്പെടെ അതപ്പതിച്ചു പോയ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വീടിന് മൂലക്കല്ലിടാൻ പോകുന്ന അവസരത്തിലാണ് അത് പക്ഷേ ആശാരി പറഞ്ഞത്, അത് അല്ലെങ്കിൽ അവിടെ മേസ്തിരി പറഞ്ഞത് അത് ഇന്ന സമയത്ത് ഇടാവുള്ളൂ. ഒന്നെങ്കിൽ അതിന് മുമ്പായി രാവിലെ 6 മണിക്കാണ്, അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ. ഞാനങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. കല്യാണ സമയത്തും മുഹൂർത്തം നോക്കിയൊന്നും ഇറങ്ങിയിട്ടുമില്ല. മകളുടെ കല്യാണത്തിനും അങ്ങനെ ഇറക്കിയിട്ടുമില്ല. ഹല്ലേലൂയ. ഇന്നും മുഹൂർത്തം നോക്കിയും ഈ ആകാശത്തിലെ നിയമങ്ങളെ നോക്കിയും സഞ്ചരിക്കുന്നവര് ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കുന്നവരല്ല. അവരേത് പെന്തക്കോസ്തായാലും കൊന്തക്കോസ്തായാലും. ഒന്ന് വായിച്ചേ ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം ഒന്ന് വായിച്ചേ. ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നതോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? മതി. ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? എന്താ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താ? ആകാശത്തിന് ചില നിയമങ്ങളുണ്ട്. ആ ആകാശത്തിലെ നിയമങ്ങൾക്ക് ഭൂമിമേൽ സ്വാധീനതയുണ്ട്. നമ്മൾ താമസിക്കുന്ന കൊച്ചിയിലാണ്. കൊച്ചിയിൽ ആകാശത്തിലെ ചില നിയമങ്ങൾ വ്യക്തമായിട്ട് കടന്നു വരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നിടത്ത് അറബിക്കടലിൻ്റെ വെള്ളം ആകാശത്തിലെ നിയമം അനുസരിച്ചാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് വാവിൻ്റെ സമയത്ത്. അപ്പോൾ ആകാശത്തിലെ നിയമങ്ങൾക്ക് ഭൂമിമേൽ ഒരു സ്വാധീനമുണ്ടെന്ന് ഇവിടുത്തെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല, ഇവിടെയുള്ള സകല ജാതികളും വിശ്വസിക്കുന്നുണ്ട്. അത് ബൈബിൾ പറയുന്നത് ശരിയാണ്. അത് ശരിയാ. അതനുസരിച്ച് മുൻപോട്ട് പോയാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കപ്പ കൃഷി ചെയ്തിട്ടുള്ളതാണ്, അല്ലേ? മിക്കവാറും ആൾക്കാരൊക്കെ നാട്ടിലായിരുന്നു. ഒരു പ്രത്യേക പക്കം നോക്കിയാണ് കപ്പയുടെ തണ്ട് വെട്ടുന്നത്, അല്ലേ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉണ്ടാക്കില്ല തടി, പ്ലാവ് തടി വെട്ടി നോക്കിയേ. പ്ലാവിൻ്റെ തടി പക്കം നോക്കി വെട്ടിയില്ലെങ്കിൽ, മുറിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുത്തല വീഴും. അത് കറക്റ്റാണ്. അപ്പൊ ആകാശത്തിലെ ചില നക്ഷത്രങ്ങളും ആകാശത്തിന്റെ ചില നിയമങ്ങളും ഈ ഭൂമിയിലുള്ള വൃക്ഷങ്ങൾക്കും ഈ ഭൂമിയിലുള്ള ജലത്തിനും ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കും ബാധിക്കും എന്നുള്ളത് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ടാണ്
ഈ മുഹൂർത്തം നോക്കിയും ഒക്കെ ഇറങ്ങുകയും ഇന്ന നക്ഷത്രം ഇന്ന രാശിയിലാണ്, ഇന്ന രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ആ സമയത്ത് ഇറങ്ങാൻ പാടില്ല. ഇങ്ങനെ ചില നിയമത്തിന് വിധേയമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ, അതാ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പ്രമാണങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. 9 ഇയ്യോബ് 9:9 വായിച്ചേ. അവൻ സപ്തർഷി മകയിരം കാർത്തിക ഇവയെയും തെക്കേ നക്ഷത്രമണ്ഡലങ്ങളെയും ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. ഇവയൊക്കെ ഉണ്ടാക്കുന്നവനാരാ? ദൈവം. ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ നിയമം അനുസരിക്കണോ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്ന ഒരുത്തൻ ഉണ്ടാക്കിയ ദൈവത്തിന്റെ സൃഷ്ടിതാവിന്റെ നിയമം അനുസരിക്കുന്ന ഒരു വ്യക്തി ഈ സൃഷ്ടിയുടെ നിയമം അനുസരിച്ച് പോകേണ്ട കാര്യമുണ്ടോ? നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ കാണുന്ന സംഗതികൾ എന്താ, കേൾക്കുന്ന സംഗതി, എൻ്റെ അപ്പൻ അങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, അതെനിക്കും ഉണ്ടാകും. എനിക്കറിയാം, ഒരു അപ്പച്ചനെ എനിക്കറിയാം. ജാതകം നോക്കി ഈ അപ്പൻ ആ ജാതകം നോക്കിയപ്പോൾ പുള്ളി മരിക്കുന്ന ദിവസം അവിടെ എഴുതി വെച്ചു. അപ്പം പുള്ളി എൻ്റെ ഇടയ്ക്ക് വിശ്വാസം തന്നു. തൻ്റെ അപ്പനും അതേ പറഞ്ഞ ദിവസം തന്നെ, പറഞ്ഞ സമയത്ത് തന്നെ മരിച്ചു. അപ്പോൾ എൻ്റെ മരണം ഭാഷ അടുത്തു, ഇനി 1 വർഷം കൂടെ ഉള്ളൂ. പുള്ളി ഇങ്ങനെ ഇരിക്കുക, 1 വർഷം കൂടെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ല വിശ്വസ്തമായി ദൈവത്തെ സേവിക്കുന്ന ആളാണ്. ഞങ്ങളുടെ ധൈര്യമായിരിക്കും. അപ്പോൾ ഞാൻ മരിക്കുകയില്ല, ആ സമയത്ത് മരിക്കുകയില്ല. ഈ ജാതകത്തിൻ്റെ നിയമത്തിന് വിധേയമായിട്ട് നിങ്ങളുടെ അപ്പൻ മരിച്ചാലും നിങ്ങൾ മരിക്കില്ല, ഞാൻ ഉറപ്പ് തരാമെന്ന്. ആ മനുഷ്യൻ ആ മരിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു 10 വർഷം കൂടെ ജീവിച്ചു. 10 വർഷം കൂടെ ജീവിച്ചു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് ഉണ്ട്. ഉദാഹരണം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ്. നമ്മുടെ സിനിമാ നടൻ ഏതാ, തമാശ രീതിയിലായിരിക്കും പറഞ്ഞത്, പക്ഷെ മധു അത് പറഞ്ഞു. നമ്മുടെ മധു ഇന്ന വർഷം മരിക്കും എന്ന് ജാതകത്തിലുണ്ട്. ആ സമയത്ത് മരിക്കുമെന്ന് ചിന്തിച്ച് ഉള്ളതെല്ലാം തീർത്തു. മരിക്കുന്നുമില്ല, ഇനി ജീവിക്കാൻ മാർഗവുമില്ല എന്ന് ജയറാം പറഞ്ഞു. മധു അത് തന്നെ പറഞ്ഞു. അവർ പറഞ്ഞ ജാതകത്തിൽ പറഞ്ഞത് കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി, ഞാനിപ്പോഴും മരിച്ചിട്ടില്ലെന്ന്. അതുപോലെ ഒത്തിരി പഴയ ആൾക്കാർ മുഴുവൻ ജാതകം എഴുതുന്നവരാ. ആ ജാതകം അനുസരിച്ചൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഈ ജാതകത്തിൽ തന്നെ മരിക്കുന്നവരുണ്ട്, ഇല്ലേ? എന്താ കാരണം? ഇവനിത് ചിന്തിച്ച്, ഇവരുടെ ജാതകത്തിന്റെ സമയവും ഒക്കെ ചിന്തിച്ച് ഇങ്ങനെ ഭയപ്പെട്ട് അവൻ മുൻപോട്ട് പോവുക. അവൻ പിന്നെ അവന്റെ ചിന്ത മുഴുവൻ ഈ ജാതകത്തിന്റെ പുറകെയാണ്. അവന്റെ മനസ്സ് മുഴുവൻ അവിടെയാണ്. എൻ്റെ അപ്പൻ അങ്ങനെ മരിച്ചു, ഇന്നയാൾ ഇങ്ങനെ മരിച്ചു, അത് നല്ല ജാതകം എഴുത്തുകാരനാണ്, അവൻ പറയുന്നേ ഇവിടെ സംഭവിക്കുകയുള്ളൂ, അതിന് മാറ്റം വരുത്തുവാൻ ആർക്കും കഴിയില്ല, അതൊരു നിയമമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മുൻപോട്ട് പോകുന്ന അനവധി ആൾക്കാരുണ്ട്. എന്നാൽ സപ്തർഷികളെയും മകയിരത്തെയും അതുപോലെ തന്നെ ഇവിടെ പറയുന്ന നക്ഷത്ര മണ്ഡലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചവൻ ഈ നക്ഷത്രത്തിന്റെ നിയമം നോക്കി ജീവിക്കേണ്ട ഗതികേടില്ല. ഹല്ലേലൂയ. സൃഷ്ടിതാവായ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരുവൻ ഈ സൃഷ്ടിയെ നോക്കി, സൃഷ്ടിയുടെ ചില നിയമം നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല. അത് നോക്കി ഇവിടെ തറക്കല്ലിടേണ്ട ആവശ്യമില്ല. അത് നോക്കി വിവാഹത്തിന് ഇറങ്ങേണ്ട കാര്യമില്ല. അത് നോക്കി അവനൊന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. കാരണം അവന്റെ മേലുള്ള സ്വാധീന ശക്തി സൃഷ്ടിതാവായ ദൈവമാണ്. ആ സൃഷ്ടിതാവായ ദൈവത്തിന്റെ സ്വാധീന ശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരുവന്, ദൈവമക്കൾക്ക് ഈ സ്വാധീന ശക്തിയൊന്നും ബാധകമല്ല. അവൻ നമുക്ക് വേണ്ടി ചില പദ്ധതികൾ തയ്യാറാക്കി, അത് നിറവേറ്റുന്നത് വരെ നമ്മൾ ഒത്തിരി കഷ്ടങ്ങളിലൂടെ, ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകാൻ ധൈര്യം പ്രാപിക്കണം. ഹല്ലേലൂയ. വായിച്ചേ. അവൻ ആരാഞ്ഞുകൂടാത്ത
വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. ഇവിടുത്തെ ആകാശ ശക്തികളും ഇവിടുത്തെ ആകാശ നിയമങ്ങളും മാറി നിൽക്കത്തക്കവണ്ണം ഒരു വലിയൊരു ബന്ധം സൃഷ്ടിതാവുമായിട്ട് എനിക്കും നിങ്ങൾക്കും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലും അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേലും ഉണ്ടെങ്കിൽ അത് ഈ പൈശാചിക ശക്തികളും ഈ നിയമത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ഈ ദുരാത്മാവ് ഈ മന്ത്രവാദത്തിൻ്റെ ശക്തി ഈ പൈശാചിക ശക്തിയൊക്കെ മാറി നിൽക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മുടെ മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ആമോസ് 5:8 വായിക്കാം. നമ്മൾ അന്വേഷിക്കേണ്ടത് ഇങ്ങനെയുള്ള ഭീരുത്വമുണ്ടാക്കുന്ന ഇവരിലൊന്നുമല്ല. നമ്മളെ കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുന്നു, മഴ പെയ്യിക്കുന്നു. പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആശ്രയിക്കുന്ന ആരിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. രോഗം ഉണ്ടാവുന്നേ, ദുഃഖം ഉണ്ടാവുന്നേ, നമ്മുടെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ചിന്താഗതികൾ, അവിശ്വാസമെന്ന ആത്മാവ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ വലിച്ചെറിഞ്ഞോണം, അതിനെ മാറ്റിക്കളഞ്ഞോണം. അതിന് ദൈവസഭയിൽ സ്ഥാനമില്ല. ആമേൻ. ചെറിയ രോഗവും പ്രയാസമൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് വെപ്രാളം വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു ഇന്നത് അതിൻ്റെ അവസാനം ആക്കുക, എന്നതിന് അവസാനം പറയുക. അത് അതിനോട് യാത്ര പറയുക. വേണ്ട, നമുക്കതിൻ്റെ ആവശ്യം ഇല്ല. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയിൽ ആശ്രയിക്കുന്നവരല്ല, സൃഷ്ടിതാവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് അവൻ്റെ പക്കലേക്ക് ഏൽപ്പിച്ചു കൊടുത്തവരാണ്. ആ വിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, പിന്നെ ഇസ്രായേലിന് ഏൽക്കുകയില്ല. ആ വിചാരമോ മന്ത്രമോ തന്ത്രമോ ഒന്നും നമുക്ക് കേൾക്കയില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ, ആമോസ് 5:8 ഒന്നുകൂടെ വായിച്ചേ. അന്ധതമസിനെ പ്രഭാതമാക്കി, ഏത് കൂരിരുട്ടിനെയും മാറ്റിക്കളയുവാൻ, ആ കൂരിരുട്ടിനെ പ്രഭാതമാക്കി മാറ്റുവാൻ, പകലിനെ രാത്രിയാക്കി, വലിയ പകലിൽ മുൻപോട്ട് പോകുന്ന, അല്ലെങ്കിൽ പകലിൽ മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവന് കിട്ടിയ ചില ചെറിയ പ്രകാശം കണ്ടുകൊണ്ട് നിഗളിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ ഇരുട്ടിക്കാനേ ദൈവത്തിന് കഴിയുന്ന അവന്റെ നാമം. അപ്പോൾ ആകാശത്തിന്റെ ശക്തിയിൽ നമ്മൾ ഭയപ്പെടരുത്, പേടിക്കരുത്. ആകാശത്തിന്റെ നിയമം കണ്ടുകൊണ്ട് വീടിന്റെ പണി ആരംഭിക്കാൻ ഒരു ക്രിസ്ത്യാനി നോക്കരുത്. ആകാശത്തിന്റെ നിയമത്തിനനുസരിച്ച് മുഹൂർത്തം നോക്കിയിട്ട് യാത്ര തീരുമാനിക്കുക, മുഹൂർത്തം നോക്കിയിട്ട് വിവാഹം നിശ്ചയിക്കുക, വിവാഹം നടത്താൻ മുഹൂർത്തം നോക്കി വിവാഹ നിശ്ചയം ക്രിസ്ത്യാനിക്ക് വേണ്ട. യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് കേട്ടോ. മദ്യപാനിയും ദുർമാർഗം ചെയ്യുന്നവനും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഒക്കെ ആണെങ്കിൽ നോക്കിക്കോണം, അല്ലെങ്കിൽ നിനക്ക് തട്ട് കിട്ടും. നിനക്ക് തട്ട് കിട്ടും. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഇരിമ്യാവ് 10:2 വായിച്ച. ഇരിമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 2-ാം വാക്യം. ഹല്ലേലൂയ. ജാതികളുടെ വഴി പഠിക്കരുത്. ആകാശത്തിലെ ഈ നിയമമില്ലേ, ആകാശത്തിലെ ലക്ഷണങ്ങളും നിയമങ്ങളും കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്.
സംബന്ധിക്കുന്നു. ആ അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആ ആശാരി വാച്ചിക്കൊണ്ട് ചെയ്ത പണിയുമാകുന്നു. രണ്ടാം വാക്യം ഒന്നുകൂടെ വായിച്ചു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം വന്ന് ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളെല്ലാം അവയെ കണ്ട് ഭ്രമിക്കുന്നു. ജാതികളാണ് അവയെ കണ്ട്, ആകാശത്തിൽ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കുന്ന ജാതികളാണ്. ഹല്ലേലൂയ. കാരണം ഈ ജാതികൾക്ക് ഈ സ്വാധീനത ഉണ്ടാകും, ദൈവത്തിന്റെ മക്കൾക്ക് ഈ സ്വാധീനം ഉണ്ടാകുകയില്ല. കാരണം ദൈവത്തിന് വചനം പറയുന്നു, സൂര്യനോ ചന്ദ്രനോ നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും, തന്റെ ദൂതന്മാര്. ദൈവമക്കൾ ഒരു പ്രത്യേക പരിപാലനത്തിന്റെ കീഴിലാണ്. ഈ രോഗത്തിന്റെ കഠിനതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും, വേദന അനുഭവിക്കുമ്പോഴും, പ്രയാസം അനുഭവിക്കുമ്പോഴും, അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ജോയ്സോ വരും ഭയങ്കര വേദനയോടെ ആശുപത്രി കിടക്കുക, വേദനയുണ്ട് അദ്ദേഹത്തിന്. ആശുപത്രി കിടക്കുമ്പോൾ ഒരാൾ ഒരു ദുരുപദേശവുമായിട്ട് അവിടെ ചെന്നു. ദുരുപദേശം തന്നോട് പറഞ്ഞു. കാരണം അത് പുള്ളി വേറൊരു ഉപദേശം പഠിപ്പിക്കേണ്ടി വന്നു. പുള്ളിക്ക് വേദനയുണ്ട്, പ്രയാസമുണ്ട്. ജോയ്സോൻ എന്ത് പറഞ്ഞു? അത് കയ്യിലിരിക്കട്ടെ, നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. അപ്പോൾ വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു മനുഷ്യൻ്റെ ദൈവവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം മരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഹല്ലേലൂയ. അത് നിന്റെ കയ്യിലിരിക്കട്ടെ, നിനക്ക് വേറെ വല്ലതും എൻ്റെ രോഗവിവരം വല്ലതും ചോദിക്കാനോ പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ട് പൊക്കോളാം. ഹല്ലേലൂയ. പൗലോസ് പോലും പറഞ്ഞു കേട്ടാ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം, അവൻ എൻ്റെ ഉപനിധിയാണ്, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഉറപ്പുണ്ടാകണം നമുക്ക്. തീരുത്വത്തിൻ്റെ ആത്മാവ് ആരും ഭരിക്കല്ല കേട്ടോ. ആരും വെറുതെ പിശാച് കാണിക്കുന്ന ഈ ഓലപ്പാമ്പ് കണ്ടുകൊണ്ട്, രോഗമാകുന്ന ഓലപ്പാമ്പ് കണ്ടുകൊണ്ട്, പ്രശ്നമാകുന്ന ഓലപ്പാമ്പ് കണ്ടുകൊണ്ട് നമ്മളാരും ഭയപ്പെട്ടു പോകരുത്. ധൈര്യശാലികളുടെ അടുക്കൽ എന്താ പിശാചിനെ ആക്രമിക്കാൻ കഴിയില്ല. പിശാചിൻ്റെ ആക്രമണം ഉണ്ടാകുകയില്ല. ഈ പട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലെ പേടി പട്ടിക്കറിയാം. നമ്മൾ എവിടെങ്കിലും ചെന്ന് നമ്മളിങ്ങനെ ധൈര്യം കാണിച്ച് നിൽക്കുന്നെങ്കിലും ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ ആർക്കറിയാം? പട്ടിക്കറിയാം. അവൻ വന്ന് കടിക്കും. ഉള്ളിൽ പേടിയില്ലാത്ത വ്യക്തികളെ പട്ടിക്കറിയാം. അവരിങ്ങനെ കുറച്ചിങ്ങനെ മാറി ഇങ്ങനെ കുറച്ച് നിൽക്കുകയുള്ളൂ. ഉള്ളിൽ പേടിയില്ലെങ്കിൽ, പേടി വ്യക്തമായിട്ട് പട്ടിക്കറിയാം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ, ദാവീദ് അതാ പറഞ്ഞു സങ്കീർത്തനത്തിൽ പറയുന്നത്, കർത്താവേ എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ജയഘോഷം കൊള്ളാൻ നീ അനുവദിക്കരുത്. അത് രോഗമാകട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രശ്നങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ചില വാക്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. ഈ ആകാശത്തിൻ്റെ ശക്തിക്ക് നമ്മൾ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപേ നമ്മൾ ആരാധിച്ചിരുന്ന ആരെയാ? ആകാശത്തിൻ്റെ ശക്തികളെയാ. അത് ഈ ആകാശത്തിൻ്റെ ശക്തികളെ തന്നെയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ആരാധിക്കുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ന് പറയുന്ന സമൂഹവും ആരാധിക്കുന്നത് ആകാശത്തിൻ്റെ അതേ ശക്തി തന്നെയാണ്. അല്പം പേരുകൊണ്ടൊക്കെ അല്പം വ്യത്യാസമുണ്ടെന്നുള്ളൂ. പേരുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്, സംഗതി എല്ലാം അർത്ഥാൽ ഒന്നു തന്നെയാണ്. എഫെസ്യർ 2:2 വായിച്ച്. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും കണ്ടോ, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിൽ മുഹൂർത്തം നോക്കുന്നവരൊക്കെ ആകാശത്തിലെ അധികാരത്തിൽ കീഴ്പ്പെട്ടവരാണ്. അത് കത്തോലിക്കനായാലും മർത്തോമയാണെങ്കിലും പെന്തക്കോസ് ആണെങ്കിലും ഇതെല്ലാം ഇതേ കണക്കാണ്. ഇനി നമ്മളാണെങ്കിലും അനുസരണക്കേടിന്റെ മക്കളിൽ
ആത്മാവിനും ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അധിപതിയായവരെയും അനുസരിച്ച് അനുസരിച്ച് നടന്നു. നടന്നു. അവരുടെ ഇടയിൽ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനസ്സിന്റെ വികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സ് പറയുക. ദാവീദ് കൊണ്ട് പട്ടുപോവ കയറി കാണിച്ചില്ലേ? നമ്മുടെ മനസ്സ് പറയുക മനസ്സിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളാൻ. മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഒന്നുകൂടെ ശബ്ദത്തിൽ പറഞ്ഞേ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്നൊക്കെ എന്താ ഇങ്ങനെ വരെ വായിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ പറയുന്ന പോലെ ഉറക്കം പറയണം. പക്ഷെ ആ മഹാസ്നേഹം ഭയങ്കരമല്ലേ? ഏതാ മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ഹല്ലേലൂയ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. ഹല്ലേലൂയ. നമ്മൾ എവിടെ കിടന്നവരാ? ചേറ്റിലയോ കിടന്നതോർത്തു നോക്കുകയും നാറ്റമല്ലയോ അമേച്ച. ഹല്ലേലൂയ. ഓ ചരിക്കും ഹല്ലേലൂയ. ആകാശത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സാത്താനിക ശക്തിയാണ്. ആകാശത്തിലിരിക്കുന്ന വാവ സാത്താനാണ്. നമ്മുടെ ദൈവം ആകാശത്ത് വസിക്കുന്നവൻ അല്ല. അവൻ സ്വർഗങ്ങളിൽ അധിവസിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആകാശത്തിന്റെ ശക്തി, ആകാശത്തിരിക്കുന്ന പാർട്ടി ആരാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. യെശയ്യാവ് 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് നിർത്തി പറയുന്നത്. ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ചു പോകണം. നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ തകർക്കുന്ന മന്ത്രവാദത്തിൻ്റെ കാര്യം പറഞ്ഞ് ഓലപ്പാമ്പ് കാണിച്ച് നമ്മളെ തകർക്കാൻ ഒരുങ്ങുന്ന ഏത് പൈശാചിക ശക്തിയെയും വെല്ലുവിളിക്കുവാനുള്ള ആത്മബലം ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കണം. വായിച്ചോ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവരെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഈ കാഴ്ച നമ്മുടെ കർത്താവായ യേശു പറയുന്നുണ്ട്. ലൂക്കോസ് 10:8 വായിച്ച്. 18. ലൂക്കോസ് 10:18. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. നമ്മൾ യെശയ്യാവ് 14 വായിച്ചില്ലേ? അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഇതിനെക്കുറിച്ച് യേശു പറയാ, സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. വായിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. മനസ്സിലായോ? അവ ഒരിക്കലും ദോഷം വരുത്തുകയില്ല. മനസ്സിലായോ? ആകാശത്തിന്റെ ശക്തി ആരാ? ആകാശത്തിലിരിക്കുന്ന വാവ ആരാ? സാത്താൻ. അത് ഉറക്കെ പറയേണ്ട കാര്യമാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എന്താ പഠിപ്പിച്ചത്? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നാ പഠിപ്പിച്ചത് അല്ലേ? ആകാശത്തിലിരിക്കുന്ന ഞങ്ങളുടെ വാവേ എന്നല്ല പഠിപ്പിച്ചത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഗ്രഹിക്കണം. ഒറ്റ ഉറങ്ങല്ലേ ഇവിടെ? ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. കർത്താവിൻ്റെ കൂടെ ആരും ഉറങ്ങിയിട്ടില്ല. വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിലത്ത് വീണു? അപ്പൊ എങ്ങനെ നിലത്ത് വീണു? ആകാശത്ത് നീ എങ്ങനെ നിലത്ത് വീണു? നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവരെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? വെട്ടേറ്റ് നിലത്ത് വീണു. ഈ വെട്ടിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. എന്താ? സാത്താൻ മിന്നൽ പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ് മനസ്സിലാക്കണം.
അവൻ നിഗളിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് സാഹസം കൊണ്ട് നിറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ വെട്ടുകൊടുത്തു. ആ സെക്കൻഡിൽ അവൻ വെട്ടേറ്റ് നിലത്ത് വീണു. ഈ പാർട്ടിയുടെ ആഗ്രഹം എന്താണെന്നറിയോ? ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മുഴുവൻ സ്വീകരിക്കുക, വളഞ്ഞ വഴിയിലൂടെ സ്വീകരിക്കുക. മനസ്സിലായില്ലേ? വളഞ്ഞ വഴി. ഇപ്പം പാവപ്പെട്ട ജനത്തിന് അറിയാമോ? ആകാശത്തിരിക്കുന്ന ഞങ്ങളുടെ ബാവയെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനം ചിന്തിക്കുന്ന ആരാ? സ്വർഗീയ പിതാവിനോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇങ്ങനൊരു ഒരു പദ്ധതി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ സ്വർഗത്തിലേക്ക് പ്രാർത്ഥന പോകുക. എങ്ങോട്ട് പോയിക്കോളും? ആകാശത്തിരിക്കുന്ന ബാവയും അവൻ അങ്ങനെ ആ സുഖാസനത്തിൽ ഞെളിഞ്ഞിരിക്കുക. അപ്പോൾ ആരാധന മുഴുവൻ വളഞ്ഞ വഴിയിലൂടെ. നമുക്കറിയാം, ബൈബിളിലെല്ലാം അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മിന്നൽ പോലെ അത് വെട്ടേറ്റ് നിലത്ത് വീഴുന്ന കർത്താവായ യേശുക്കൾ. അതുകൊണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമല്ലോ ഇല്ല. ഭീരുത്വം നമ്മളിൽ കൊണ്ടുവരുന്നെങ്കിൽ നമ്മുടെ അവിശ്വാസമാണ് അതിന് കാരണം. നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞുപോയി. നമ്മൾ ദൈവത്തെങ്കിലേക്ക് ഒന്നുകൂടെ അടുത്ത് വരണം. എൻ്റെ അടുക്കൽ നിൽക്കുന്നവൻ എന്നിലുള്ളവൻ ആരാണെന്നുള്ള ബോധ്യം നമ്മളിൽ വരണം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. തോക്കും കൈ പിടിച്ചോട്ടെ ഒരു ശത്രു വരിക. അപ്പം നല്ല ഈ വെടിയുണ്ട ഒക്കെ ഫിറ്റ് ചെയ്ത തോക്ക് കയ്യിലുണ്ട്. തോക്ക് കൈ പിടിച്ചോണ്ട് വിറച്ച് അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് ആ തോക്ക് പിടിച്ചോണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കി. ഇവൻ്റെ ഉള്ളിൽ ഒരു ധൈര്യമില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ശത്രു വരുമ്പോൾ തോക്ക് കയ്യിലുണ്ട്. അവന് തോക്ക് പിടിച്ചോണ്ട് തോളെ വെച്ചോണ്ട് ഓടേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ളവൻ ശത്രുവിൻ്റെ ഏത് പദ്ധതിയെയും അവൻ്റെ ഏത് തന്ത്രങ്ങളെയും അവൻ്റെ മന്ത്രത്തെയും അവൻ്റെ എല്ലാ പദ്ധതികളെയും ചവിട്ടി മെതിച്ചവനാ. ഹല്ലേലൂയ. ചവിട്ടി മെതിച്ച് അതിന്മേൽ ജയോത്സവം കൊണ്ടാടിയവനാ നമ്മോട് കൂടെയുള്ളവൻ. അവൻ നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യില്ലെന്നവൻ. ഈ ശരീരത്തിൽ അവൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇടിച്ചും ഒരു കുത്തുമൊക്കെ തന്ന് ചില വേദനപ്പെടുത്തി ഒക്കെ അവൻ നോക്കും. അതിലൊന്നും നമ്മൾ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. നമുക്ക് ധൈര്യം ഉണ്ടാകണമെന്നേ. ഈ പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും വേണം. ഹല്ലേലൂയ. ആ ധൈര്യം നമ്മൾ ഈ നാടുകളിൽ സംഭരിക്കണം. അതിന് കാരണം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കൂടെയുള്ളവൻ്റെ വില മനസ്സിലാക്കണം. നമ്മോട് കൂടെയുള്ളവൻ്റെ വില, അവൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ട് ചിലപ്പം കാണാവേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നില്ലേ ധാരാളം പെണ്ണുങ്ങളും കൊച്ചുകുട്ടികൾ പിന്നെ പോട്ടെ, അവർ കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഭാവിയെക്കുറിച്ചോ നാളത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് ചിന്തയില്ല. പ്രായമുള്ള ധാരാളം പേര് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമൊക്കെ എന്തെങ്കിലും മാരക രോഗം വരുമ്പോൾ കിടന്ന് അലർന്ന നിലവിളിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഭയങ്കര നിലവിളിയാണ്. നിങ്ങളെന്നെ സഹായം. നമ്മളൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ടാണോ നിൽക്കുന്നത്? സാമ്പത്തികം ഇല്ലെങ്കിൽ ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇന്ന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരു 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാം. പിന്നെ രക്ഷപ്പെടുക എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. നമ്മളാണ് എന്ത് ചെയ്യും? 50 ലക്ഷം രൂപ വേണം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? 50 ലക്ഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, 5 ലക്ഷത്തിന് പോലും ആവശ്യമില്ല. ഇതെല്ലാം ബിസിനസ്സാണല്ലോ. ഇവിടുത്തെ ഡോക്ടർമാർ നടത്തുന്ന പരിപാടികളെല്ലാം ബിസിനസ്സാണ്. നമ്മളോട് പറയാം 5 ലക്ഷത്തിൻ്റെ 50 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ പറയും ആ ശരി, എൻ്റെ പൈസ ഇല്ല, നമുക്ക് പ്രാർത്ഥിക്കാവുന്നേ. പോകുന്ന കാര്യമില്ല, അങ്ങോട്ട് പോകുന്ന കാര്യമില്ലേ. ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ പോട്ടെ. എനിക്ക് ചില വേദനകളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നടക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അത് നടക്കുന്നില്ലെങ്കിൽ ബാക്കി ദൈവം നോക്കണം. അല്ലെങ്കിൽ ഞാനുണ്ടായാലും ഞാനില്ലെങ്കിലും ദൈവം ഉണ്ടെങ്കിലേ നടത്തി തരാൻ പറ്റുള്ളൂ. ദൈവം നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ തലമുറയുടെ കാര്യങ്ങളൊന്നും നടക്കുമോ? ഇല്ല. യഹോവ വീട് പണിയാതിരുന്നാൽ പണിതും അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നമ്മളുണ്ടേലും ഇല്ലേലും പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം അതുകൊണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾക്ക് ഇവിടെ കാണണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ട് അല്ലേ? ആഗ്രഹം ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ സാധിപ്പിക്കും. അല്ലെങ്കിൽ അത് പോട്ടെ. ഇവിടെ കിടന്ന് നിലവിളിക്കേണ്ട, ചങ്കിട്ട് കിടന്ന് നിലവിളിക്കേണ്ട കാര്യമുണ്ടോ?
അനേക ഭക്തന്മാരുടെ മരണം, ചില ഭക്തന്മാരുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞ് പോയിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇരിക്കാൻ. അനേക ഭക്തന്മാർ അങ്ങനെ പോയിട്ടുള്ളത്. എൻ്റെ അപ്പനും അമ്മയും ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞാൻ അതിനടുത്തുണ്ട്. യാതൊരു വെപ്രാളവും കാണിച്ചില്ല. അവർ സുബോധത്തോടാണ് അവർ മരിച്ചത്. അപ്പൻ ആദ്യം മരിച്ചു, അതിനുശേഷം അമ്മയും മരിച്ചു. അവർ മരണത്തിലേക്ക് കടക്കുകയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ മക്കളെല്ലാം ഉണ്ട്. ഞങ്ങൾ അടുത്തുനിന്ന് പാട്ട് പാടുന്നുണ്ട്, ക്രിസ്തീയ പാട്ട്, പ്രത്യാശയുടെ പാട്ട് പാടുന്നുണ്ട്. അപ്പൻ മരിച്ചപ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഞാൻ പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മച്ചി ഒന്ന് കാലൊക്കെ ഒടിഞ്ഞ് ഒരല്പം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അമ്മച്ചി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ ലോകത്തോട് യാത്ര പറഞ്ഞു. ഹല്ലേലൂയ. അതിനുശേഷം അമ്മ മരിച്ചു. അമ്മ മരിച്ചപ്പോഴും ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിച്ചു. നമ്മുടെ അയൽവക്കത്ത് ഒരു പെൺകുട്ടി ജനലിനിടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് നോക്കുന്നു. ഭയങ്കര നിലവിളി. അവിടെയൊക്കെ മരിക്കുമ്പോൾ ഭയങ്കര നിലവിളിയും വലിയ ബഹളമൊക്കെയാണ്. ഒന്നും നിലവിളിച്ചില്ല. നമുക്ക് വേദനയുണ്ട്, ദുഃഖമുണ്ട്. നമ്മളെ വളർത്തിയ, നമ്മളെ ഇതുവരെയും നമ്മളെ നോക്കിയ, നമുക്ക് വേണ്ടി കണ്ണീരും പ്രാർത്ഥനയും ഉണ്ടായിരുന്ന നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം നമ്മളെല്ലാം ഈ ശരീരത്തിൽ വസിക്കുന്നവരാണ്. പക്ഷേ ജാതികളെ പോലെ അടിച്ച് ഭയങ്കര നിലവിളിച്ച് ചങ്കരടിച്ച് അയ്യോ പോയേ എന്നൊന്നും പറഞ്ഞ് നമ്മൾ നിലവിളിച്ചിട്ടില്ല. അവർ നിലവിളിച്ചില്ല. അവർ വെപ്രാളം ഒന്നും കാണിച്ചില്ല. ഹല്ലേലൂയ. തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അവർ നാട്ടിലെ വലിയ പ്രമാണികളൊന്നും അല്ലായിരുന്നു. സാധാരണ കൃഷിക്കാർ, സാധാരണ ഒരു ആൾക്കാർ മാത്രം. പക്ഷേ അവർ വിശ്വാസം വെച്ചിരിക്കുന്നത് കർത്താവിലായിരുന്നു. അവർ പ്രത്യാശയോടെ പോയത്. ഹല്ലേലൂയ. നമ്മൾ ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടണ്ട, ഒന്നിനെ കുറിച്ച് ഭാരപ്പെടണ്ട. ഒരു പിശാചിന്റെ ഒരു തന്ത്രത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട. നമ്മൾ ഒന്നുകൂടെ വായിച്ച് ടിൻഡു ആ വാക്യം, ലൂക്കോസ് 10:11. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക്. അത് ഭയങ്കര ഒരു അധികാരമാണ് അല്ലേ? ഭയങ്കര അധികാരമല്ലേ അത്? അല്ലേ? ശത്രു മോശക്കാരനാണോ? ആണോ? അല്ല, ശത്രു മോശക്കാരനൊന്നുമില്ല. അവൻ ഭയങ്കര ശക്തനാണ്. സർവശക്തനല്ലെന്ന് മാത്രമേ ഉള്ളൂ. അവൻ ശക്തനാ. ഹല്ലേലൂയ. സർവശക്തൻ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികാരി പറയുക, അധികാരം നമുക്ക് തന്നവൻ പറയുക, ആ ശത്രുവിന്റെ ബലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കഴിവുകളോ പുണ്യപ്രവൃത്തി ഒന്നുമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനായില്ലേ? ഹല്ലേലൂയ. ഞാൻ വെറും മൺപൊടി മാത്രം, എന്നിൽ ബലമേതുമില്ലേ. ഞാൻ വെറും മൺപൊടി മാത്രം, എന്നിൽ ബലമേതുമില്ലേ. ബാക്കി പാട്ട് എനിക്കറിയത്തില്ല, പഴയൊരു പാട്ടാണ്. നിങ്ങൾ പാടുമെന്ന് ചിന്തിച്ചാൽ ഞാൻ അത് പാടിയത്. അപ്പം നിങ്ങളും ഞാനും ഒരുപോലെ. ഹല്ലേലൂയ. ഞാൻ വെറും മൺപൊടി മാത്രമാണ്, നമ്മളിലൊന്നും ഒരു ബലമില്ല. പക്ഷെ പിശാചിന്റെ പദ്ധതികളെയും അവന്റെ സകല തന്ത്രങ്ങളെയും ചവിട്ടി മരിക്കുവാൻ നമുക്കവൻ അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരത്തിലാ ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അധികാരത്തിലാ ഞാൻ. അതാണ് ദാവീദിന്റെ വിശ്വാസം, ഇല്ലേ? കർത്താവേ, നീ എന്നോട് കൂടി ഉണ്ടെങ്കിൽ സകലവും കഴിയും. എനിക്ക് പറ്റുകയില്ല, എനിക്ക് കഴിയില്ല. ഞാൻ വെറും ബലഹീനനാണ്, ഞാൻ വെറും കൃമിയാണ്, ഞാൻ വെറും മൺകീടമാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നിലുണ്ടെങ്കിൽ ദൈവവേദനെ നിനക്ക് സകലതും കഴിയും. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ലൂക്കോസ് 21:26 ഒന്ന് വായിക്കാം. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യ നിർജീവന്മാരാണ്.
ഇവിടെ ഈ ആകാശത്തിൻ്റെ ശക്തികൾ എന്നുദ്ദേശിക്കുന്നത് അതിന് ഇളക്കം തട്ടും. ആകാശത്തിൻ്റെ ശക്തികളെ ആരാധിക്കുന്ന വ്യക്തിക്ക് വിളക്കം തട്ടും. ഹല്ലേലൂയ. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. പിന്നെ എൻ്റെ അടുത്ത ഭാഗം കൂടെ പറ. ദൈവത്തിൻ്റെ ആകാശഭൂമി ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തവൻ എന്നേക്കും നിലനിൽക്കും. നമ്മൾ നശിച്ചു പോകുന്ന ഈ നശിക്കുന്ന ലോകത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരല്ല. ഇത് നാശോന്മുഖമായ ലോകമാണ്. ഇവിടെ പ്രത്യാശ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരല്ല നമ്മൾ. നമുക്കൊരു പ്രത്യാശയുണ്ട്, അത് മറ്റൊരു ലോകത്തിലാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. വരുവാനുള്ളതിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാ. ഹല്ലേലൂയ. അത് സ്വർഗീയ ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടുന്നത് സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേരിക്കാശയേറുന്നേ. അതിൻ ഭാഗ്യമോർക്കും തോറുമേരിക്കാശയേറുന്നേ. ഓ ഇങ്ങു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ. ഇങ്ങു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ. എൻ്റെ മംഗള മോക്ഷാപുരത്തിൽ എപ്പോഴെത്തും ഞാൻ. എൻ്റെ മംഗള മോക്ഷാപുരത്തിൽ എപ്പോഴെത്തും ഞാൻ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേരിക്കാശയേറുന്നേ. അതിൻ ഭാഗ്യമോർക്കും തോറുമേരിക്കാശയേറുന്നേ. മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ. മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ. മണ്ണിൽ ഉള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. ഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേരിക്കാശയേറുന്നേ. അതിൻ ഭാഗ്യമോർക്കും തോറുമേരിക്കാശയേറുന്നേ. ഞാനൊരു കാര്യം ഓർത്തു പോവുക. വലിയ ജലപ്രളയം ഉണ്ടായ വർഷം ഏതാ? 2018. ഏത് ദിവസമാണ് നോക്കുന്നത്? ഓഗസ്റ്റ്. ആരംഭിച്ചതെന്നാണ് നോക്കുന്നത്. 15 വലിയ ശക്തമായിട്ടാണ് ആരംഭിച്ചത്. പക്ഷെ ഒരു മഴ ആരംഭിച്ചത്, ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ അപ്പൻ മരിച്ചു. അന്ന് മഴയുണ്ട്. അന്ന് മഴ ഉണ്ടെങ്കിലും ആ പ്രദേശത്തൊക്കെ വലിയൊരു കൂട്ടം ആൾക്കാർ വന്നു. വെള്ളമൊന്നുമില്ല. ഞങ്ങളുടെ അവിടെ മഴ പെയ്താൽ വെള്ളം അങ്ങനെ നിൽക്കില്ല. അതിനുശേഷം തുടങ്ങിയ മഴ 15-ാം തീയതി ശക്തമായിട്ടത് വന്നു. പിന്നെ അങ്ങോട്ട് ആഗസ്റ്റ് മാസമൊക്കെ ആയപ്പോഴത്തേനും വലിയ ജലപ്രളയം ഉണ്ടായി. ഈ വലിയ പ്രളയത്തിൽ ഞങ്ങളുടെ നാട്ടിൽ പമ്പാ നദിയുടെ തീരത്തുള്ള പലരും റാന്നിയൊക്കെ മുങ്ങിപ്പോയി. റാന്നിയിലൊക്കെ ഒത്തിരി വലിയ പടുത്തുയർത്തിയ ധാരാളം വീടുകളിലൊക്കെ എന്ത് സംഭവിച്ചു? വെള്ളം കയറി. അവിടെ കയറിയ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന വെള്ളമൊന്നുമല്ല അവിടെ കയറിയത്. മലവെള്ളം എന്ന് തന്നെ പറയണം. മലം മനസ്സിലായോ? ശബരിമലയിൽ ധാരാളം സെപ്റ്റിക് ടാങ്ക് പൊട്ടി. ഇവിടെയുള്ളവരുടെ മലമല്ല, ഇവിടെയുള്ളവരുടെ
ഈ വിസർജ്യമല്ല. തമിഴ്നാട്ടുകാരുടെയും ആന്ധ്രക്കാരുടെയും പിന്നെ കർണാടകക്കാരുടെയും സകല വിസർജ്യവും അത് പൊട്ടി ഒഴുകി റാന്നി വന്നു. റാന്നി, ചെങ്ങന്നൂര്. ഇത് കഴിഞ്ഞപ്പോൾ പല വീടുകളിൽ പന്നികളും കാട്ടുമൃഗങ്ങളും പൂച്ചയും പട്ടിയും ഈ മനുഷ്യന്റെ വിസർജ്യ വസ്തുക്കളും കയറി ഇവരുടെ മനോഹരമായി അലങ്കരിച്ച് വെച്ചിരുന്ന വീടുകളിലെല്ലാം കയറി നല്ല കണ്ടീഷനായ കിടക്കും. ഈ മഴ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ അപ്പൻ പോയി. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഞാനങ്ങ് എനിക്ക് തോന്നുക. കാരണം പമ്പാ നദിയിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനൊന്നും അവിടെ ഇരിക്കുകയില്ല. അവൻ ഓടും. തീർത്ത് വയ്യെങ്കിലും ക്ഷീണമാണെങ്കിലും ഓടും. അവിടെ അങ്ങോട്ട് ഓടും. റാന്നിയിലൊക്കെ എൻ്റെ പെങ്ങൾ താമസിക്കുന്നു. പലയിടത്തേക്ക് പോകാൻ നോക്കും. പക്ഷെ അപ്പൻ ഇവിടുന്ന് യാത്രയായി. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ മലവെള്ളം വന്നു. അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം കൊറോണ കാലത്ത് എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മ കിടപ്പിലാണ്. പലരും അവിടെ വന്ന് കാണുന്നുണ്ട്. ഭാഗ്യത്തിന് അമ്മയ്ക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായില്ല. അവിടെയും ദൈവം രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും വലിയ പ്രത്യാശയോടെയാണ് അവർ പോയത്. സ്വർഗഭാഗ്യം എത്ര യോഗ്യം, ആർക്ക് വർണ്ണിക്കാം. അതിന് ഭാഗ്യം ഓർക്കുന്തോറും എനിക്ക് ആശയേറും. മുൻപേ പോയിടുന്നവർ ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടതകളൊക്കെ മറന്ന് സ്വസ്ഥരായവരാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിൽ ആകാശത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന, ആകാശത്തിലെ വാവയിൽ ആശ്രയിക്കുന്ന ഏത് സമൂഹവും ഏത് വ്യക്തിയും അവർ തകർന്നു പോകും. അവർക്കിവിടെ നിലനിൽക്കുവാൻ കഴിയില്ല. ആകാശത്തിൻ്റെ ശക്തികളെ ദൈവം ഇളക്കും. വെളിപ്പാട് പുസ്തകം അതുകൂടെ വായിച്ചങ്ങ് നിർത്താം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് 6:13 വായിച്ച്. അത്യവൃഷ്ടം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. വസ്തുക്കൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും. ആകാശം എന്താ പുസ്തകം ചുരുട്ടുന്ന പോലെ. അന്നൊക്കെ ഉണ്ടായിരുന്ന ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ചുരുട്ടി എടുത്ത് മാറ്റി വയ്ക്കാവുന്ന ചുരുളുകളായി. അത് ചുരുട്ടുന്ന പോലെ ഇത് ചുട്ടെന്ന് പറഞ്ഞാൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് നൂറുകണക്കിൽ അവിടെയും 2 പേര് നിൽക്കണം, ഇവിടെ 2 പേര് നിന്നെങ്കിൽ അത് വായിക്കാനും പോലില്ലേ. അവർ കൈവിട്ട അവിടെ തന്നെ എന്ത് ചെയ്യും, തന്നെ ചുട്ടു പോകും. അതങ്ങനെ തന്നെ ഇരിക്കുന്നതായതുകൊണ്ട്. അപ്പൊ പുസ്തക ചുരുള് പോലെ ആകാശം മാറിപ്പോകും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം എടുത്ത് വെളിപ്പാട് പുസ്തകം നമുക്ക് 2 പത്രോസ് 3:10 കൂടെ വായിച്ചേ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിന്റെ പണികളും വെന്തുപോവുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നീട് ദൈവം അവസരം തരുമ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചോളാം. അപ്പോൾ ഇവിടെ നമുക്ക് ആകാശത്തിൻ്റെ ശക്തികൾ പോകും. പിന്നെ അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്ന പോലെ ആകാശത്തിൻ്റെ ശക്തികൾ, നക്ഷത്രങ്ങൾ, അത് ചിലപ്പോൾ ഉൾക്കയായിരിക്കാം. അല്ല, ആകാശത്തിൽ നിന്ന് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന നക്ഷത്രമാണെങ്കിൽ ഈ ഭൂമിയേക്കാൾ എത്രയോ ആയിരക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ളതാണ് ഈ നക്ഷത്രം. ഒരു നക്ഷത്രം ഇവിടെ വീണാൽ ഭൂമിയിൽ നിന്ന് കാണുക. അങ്ങനെ ഒത്തിരി നക്ഷത്രങ്ങൾ ഭൂമി വീഴാൻ, ഒറ്റ നക്ഷത്രം വീഴുമ്പോൾ ഭൂമിയുടെ ഇടപാട് തീരും. അപ്പോൾ ഇത് ഉൽക്കകളായിരിക്കാം ഈ വീടുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് 2020 ഈ കൊറോണ കഴിഞ്ഞിട്ടാണ്, അതതിന് മുമ്പായിരുന്നു, ഞാൻ കണ്ടതാ. ഞാൻ വീടിൻ്റെ മോളിൽ നോക്കിയപ്പോൾ ഇത് രാത്രി 12 മണിക്ക് വീഴുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളവിടെ പായൊക്കെ വിരിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ധാരാളം വീഴുന്ന ഞാൻ കണ്ടു. ഉൾക്കത് അത് ഭൂമിയിലേക്ക് വീണില്ല. ഹല്ലേലൂയ. അപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ എന്താ വായിച്ചത്? ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു. ആ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിനുള്ള പണികളും വെന്തുപോകുകയും
ആ ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുക ആ ആകാശം ചുട്ടഴിവാനും ആ. മൂലപദാർത്ഥങ്ങൾ വെന്തിരിക്കുവാനും മതി. അപ്പോൾ ഒടുവിൽ ആകാശത്തെ കാണാനില്ല കേട്ടോ. ആകാശം ചുരുളുകൾ പോലെ, പുസ്തകം ചുട്ടുന്ന പോലെ അത് പരിമാറിപ്പോവും, കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, ആകാശത്തിന് ശക്തിയില്ല വിളകും. അപ്പോൾ ഈ വാവ എവിടെ കയറിയിരിക്കും? ആടെ വീടും. ഈ വാവയിൽ അല്ലെങ്കിൽ ഈ ആകാശത്തിൻ്റെ ശക്തികളിൽ ആശ്രയിക്കുന്ന മതങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ പാസ്റ്റർമാരെന്ന് പറയണം. ഈ മുഹൂർത്തം നോക്കുന്നവരൊക്കെ ഈ പാർട്ടികളാണല്ലേ. ഈ മുഹൂർത്തം ജാതകമൊക്കെ നോക്കുന്ന പാസ്റ്റർമാരുണ്ട്. അവരൊക്കെ ഈ പാർട്ടിപ്പെട്ട, ഈ കൂട്ടത്തിൽ പെട്ടതാണ്. അവരെല്ലാം പിന്നെ എങ്ങോട്ട് നോക്കും? അവർ നോക്കാനൊന്നുമില്ല. നമുക്കറിയാം, അന്ത്യരായുവിൻ്റെ സമയത്ത് ആകാശം കാണണം. അന്ത്യരായുധി വെള്ളസിംഹാസനം കാണുന്നില്ല. വായിച്ച് വെളിപ്പാട് പുസ്തകം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടെ പറയാം, വിശദീകരിക്കുന്നില്ല. പിന്നീട് അതിനെക്കുറിച്ച് ദൈവം അവസരം തരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. വായിച്ചു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി. 11 വായിച്ചു. 20-11 വായിച്ചേ. അതിന്റെ ജ്യോതിസ് അല്ല, 20-11. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. വായിച്ചോ. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും ന്യായവിധി ഉണ്ടായി. അന്ത്യ ന്യായവിധിയുടെ സമയത്ത് ഈ പാർട്ടികളെല്ലാം പോകും. ഇന്ന് മനുഷ്യൻ ആശ്രയിക്കുന്ന ആകാശവും ആകാശത്തിൻ്റെ ശക്തികളും ആകാശത്തിൻ്റെ നിയമങ്ങളും ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ നിയമത്തിൻ്റെ നൂലാമാരങ്ങളും നമ്മൾ ഇന്നുള്ള നിയമമല്ല കേട്ടോ. ആകാശത്തിൻ്റെ നിയമം ഇന്ന് ആശ്രയിക്കുന്ന മതങ്ങൾ ആശ്രയിക്കുന്ന ആകാശ ശക്തികളൊന്നും അവിടെ നമുക്ക് വേണ്ടി വാദിക്കാനോ നമുക്ക് വേണ്ടി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ ഒരുത്തരം കാണുകയാണ്. അന്ന് നിൽക്കുന്നവൻ ഏകനായി കർത്താവായ യേശു മാത്രം. അതിനുശേഷം സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടമാക്കി കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കാത്ത ഏത് മനുഷ്യനും അവിടെ കാണും. ഹല്ലേലൂയ. ആ സന്ദർഭത്തിൽ ആകാശവും കാണുകയില്ല, ആകാശ ശക്തികളും കാണുകയില്ല, ആകാശത്തിലെ ദൂതന്മാരും കാണുകയില്ല. ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഒരു വലിയ ന്യായവിധി വരിക വെള്ളസിംഹാസനം. അതുകൊണ്ട് ആകാശത്തിൻ്റെ ശക്തിയിലുള്ള ആരാധന നമ്മൾ നിർത്തണം. ഒറ്റ പോയിന്റ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ആകാശത്തിലുള്ള ശക്തിയിലുള്ള ആരാധന ആശ്രയിക്കുന്ന ഈ മുഹൂർത്തവും ഈ മന്ത്രവാദവും അതുപോലെ ഈ ലക്ഷണം പറയുന്നതും ഈ നോട്ടവും അതുപോലെ തന്നെ മറ്റേ ജാതകം എഴുതുന്നതും ഇതെല്ലാം ആകാശത്തിൻ്റെ ശക്തിയുടെ പ്രലോഭനങ്ങളാണ്. ആകാശത്തിന്റെ ശക്തിയുടെ പ്രലോഭനങ്ങളിൽ ഞാൻ നിങ്ങളെ കുടുങ്ങരുത്. ഒടുവിൽ നമ്മളെ രക്ഷിക്കാൻ ഇവൻ ഒരുത്തനും കാണുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവനാണ് എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ സ്തോത്രം.